ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും പ്രാദേശ് മ്യൂറലിലേക്ക് സ്വാഗതം. ഓർണമെന്റ് കളർ കഴിഞ്ഞു. ഇനി അടുത്ത് ഡ്രസ്സിന്റെ കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ചെവിപ്പൂവ്, കുജബന്ധം, കച്ചദാമം, ഊറുദാമം, ഇത്രയും സ്ഥലത്താണ് കളറിങ് ചെയ്യാൻ പോണത്. ഈ സ്ഥലമെല്ലാം വന്നിട്ട് റെഡും ഗ്രീനും കളറിന്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഗ്രീൻ കളർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഈ സ്ഥലങ്ങളിലെല്ലാം വന്നിട്ട് ഗ്രീൻ കളറിന്റെ കോമ്പിനേഷൻ സാപ്പ് ഗ്രീനും അതേപോലെ യെല്ലോ ഓക്കറുമാണ്. അതേപോലെ തന്നെയാണ് റെഡിന്റെ കളർ കോമ്പിനേഷൻ വെർമിലിയൻ ഹ്യൂ, അതേപോലെ യെല്ലോ ഓക്കർ. ഇവിടെ ഒരു ഡ്രോപ്പ് സാപ്പ് ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 50% യെല്ലോ ഓക്കർ എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കളറിങ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ആദ്യം ചെവിപ്പൂവ് എങ്ങനെ കളർ ചെയ്യാമെന്ന് നോക്കാം. ചെവിപ്പൂവിൻ്റെ കളറിങ് വന്നിട്ട് റെഡ്, ഗ്രീന്, യെല്ലോ, ഈ 3 കളറാണ് ചെവിപ്പൂ കളർ ചെയ്യാൻ ഉപയോഗിക്കുക. അതിൽ ചെവിപ്പൂവിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പെറ്റൽ ഗ്രീൻ കളർ ആയിരിക്കണം. ഗ്രീൻ, റെഡ്, യെല്ലോ, ഇതാണ് ആ കളർ കോമ്പിനേഷൻ ഉണ്ടാവേണ്ടത്. ചെവിപ്പൂവെല്ലാം കളർ ചെയ്യുന്നത് ലേപനം മെത്തേഡിൽ കൂടിയിട്ട് തന്നെയാണ് ചെവിപ്പൂവ് കളർ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡ്രസ്സ് കളറിങ് ചെയ്യുമ്പോൾ എല്ലാ ദാപങ്ങളുടെ ഏരിയയും ആദ്യം വന്നിട്ട് ഒരു യെല്ലോ വാഷ് കൊടുക്കണം. യെല്ലോ ഓക്കറിൻ്റെ ഫസ്റ്റ് വാഷാണ് ചെയ്തിരിക്കുന്നത്. അത് ഡ്രൈ ആയ ശേഷമാണ് നമ്മൾ ഗ്രീൻ റെഡ് കോമ്പിനേഷനിൽ കളർ ചെയ്തെടുക്കേണ്ടത്. സെക്കൻഡ് വാഷ് ഇവിടെ ഗ്രീൻ കളർ ഞാൻ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ വന്നിട്ട് ആദ്യത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഗ്രീനിൽ നിന്ന് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വളരെ ലൈറ്റായിട്ടാണ് ഈ ഗ്രീനിൻ്റെ എല്ലാ സ്ഥലത്തും ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം നമുക്ക് സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്തെടുക്കാൻ. ഇനി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെയാണോ ഗ്രീൻ കളർ കൊടുത്തത് അതിൻ്റെ സെക്കൻഡ് ലെയർ കൊടുക്കാൻ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സെയിം ഗ്രീൻ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ബ്രഷ് യൂസ് ചെയ്തിരിക്കുന്നത് 000. ഇതേപോലെ ചെറിയ കർവ്ഡ് ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് മുഴുവനും ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആദ്യമായി ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് അതിന് ശേഷം വന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് കർവ്സ് വരച്ചെടുത്താൽ മതി. ഇതേ കളർ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എല്ലാ ദാമങ്ങളും കളർ ചെയ്തെടുക്കുന്നത്. റെഡ് ആയാലും ശരി, ഗ്രീൻ കളർ ആയാലും ശരി, ഇതേപോലെ കർവ് ലൈൻസ് വരച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്ത് എടുക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ദാമത്തിലും അതേപോലെ ചെവിപ്പൂവിൻ്റെയൊക്കെ റെഡ് കളർ മിക്സിങ് എങ്ങനെയാണ് അതെങ്ങനെ കളർ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് സപ്പോർട്ടിങ്.